ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എല്ലാവർക്കും AK സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയ ചെടിയാണെങ്കിലും ദശപുഷ്പങ്ങളിൽ ഒന്നായ നിലപ്പനയെക്കുറിച്ചാണ്. ഇതാണ് നിലപ്പന എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹൈപ്പോക്സിക്സ് ഔറിയ എന്നാണ്. നിലപ്പനയുടെ പൂവിന് മഞ്ഞ നിറമാണ്. നിലത്ത് വിരിഞ്ഞ മഞ്ഞ നക്ഷത്രം പോലെ ഈ ചെടി മഴക്കാലത്ത് മണ്ണിന്മീതെ വിരിഞ്ഞു നിൽക്കും. പക്ഷേ പലർക്കും ഇതിൻ്റെ പേരും ഗുണവും അറിയില്ല. മണ്ണിനോട് ചേർന്ന് വളരുന്ന പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. പൂവുകൾ ചെറുതാണെങ്കിലും അതീവ മനോഹരമാണ്. മഞ്ഞ നിറത്തിൽ നക്ഷത്ര രൂപത്തിൽ വിരിയുന്ന രൂപം തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പാതയോരങ്ങളിലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. നിലപ്പനയ്ക്ക് ചില ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നാട്ടുചികിത്സയിൽ പറയാറുണ്ട്. ചൊറിച്ചിൽ, ചെറിയ പുണ്ണുകൾ, ചർമ്മരോഗങ്ങൾ മുതലായവയ്ക്ക് ഇതിൻ്റെ ഇല ചതച്ച് ചാറ് പുരട്ടാറുണ്ട്. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. എങ്കിലും ആരെങ്കിലും ഉപയോഗിക്കുന്നതിന് മുമ്പ് വിദഗ്ധരുമായി ആലോചിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഇത്രയും മനോഹരമായ ഒരു ചെടിയായിട്ടും നിലപ്പനയെക്കുറിച്ച് അറിയാവുന്നവർ വളരെ കുറവാണ്. മനുഷ്യൻ കൂടുതലായും വലിയ പുഷ്പങ്ങൾക്കും അലങ്കാര ചെടികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. പക്ഷേ പ്രകൃതിയുടെ ഓരോ കോണിലും ഇങ്ങനെയുള്ള ചെറിയ അത്ഭുതങ്ങളുണ്ട്. നമുക്കവയെ കാണാനും സംരക്ഷിക്കാനും പഠിക്കേണ്ടതുണ്ട്. ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ വളരെയേറെ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് നിലപ്പന. ആയുർവേദത്തിൽ കറുത്ത മുസ്ലി, താലമൂലി, ഹംസപതി എന്ന പേരുകളിലും ഈ നിലപ്പന അറിയപ്പെടുന്നുണ്ട്. ഈ നിലപ്പനയുടെ മൂലകാണ്ഡമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിലപ്പനയുടെ കിഴങ്ങ്, അതാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും വിഷരോഗങ്ങൾക്കും മഞ്ഞപ്പിത്ത ശമനത്തിനും ഇതിൻ്റെ ഔഷധം ഉപയോഗിക്കാറുണ്ട്. രക്തശുദ്ധിക്കും നീര്, വേദന എന്നിവ കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട്. മുസ്ലി, ഖതിരാതി കഷായം, അശ്വഗന്ധി ലേഹ്യം ഇവയൊക്കെ നിലപ്പന അടങ്ങിയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളാണ്. ഇതിൻ്റെ രാസഘടകങ്ങളിൽ ഫിനോളിക് ഗ്ലൈക്കോസൈഡുകളായ കുർക്കുലിഗോസൈഡ്, ലൈക്കോറിൻ എന്ന ആൽക്കലോയിഡ്, സ്റ്റിഗ്മസ്റ്റിറോൾ, സിറ്റോസ്റ്റിറോൾ തുടങ്ങിയ സ്റ്റിറോയിഡ് കൂടാതെ പോളിസാക്കറൈസ്ഡ്, സാപ്പോനിനുകൾ, ഫാറ്റി ആസിഡുകൾ ഇവയും അടങ്ങിയിരിക്കുന്നു. ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും നിലപ്പന കൃഷി ചെയ്തു വരുന്നുണ്ട്. ജൂൺ മാസമാണ് ഈ കൃഷിക്ക് മികച്ച സമയം. ഒരേക്കർ സ്ഥലത്ത് ഏകദേശം 300 കിലോ വിത്ത് വേണ്ടി വരുന്നു. ജലസേചനം ഉള്ള സ്ഥലങ്ങളിൽ ഏത് സമയത്തും ഈ നിലപ്പന കൃഷി ചെയ്യാവുന്നതാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിള എന്ന രീതിയിലും ഇത് കൃഷി ചെയ്യാവുന്നതാണ്. പണ്ട് കാലത്തൊക്കെ നാട്ടിൻപുറത്ത് പല അസുഖങ്ങൾക്കും ഈ നിലപ്പനയുടെ കിഴങ്ങാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. നിലപ്പനയുടെ കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും എന്ന് പറയുന്നുണ്ട്. നിലപ്പനയുടെ ഇല അരച്ച് കഷായം വെച്ച് ചുമയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. നിലപ്പനയുടെ ഉണക്കക്കിഴങ്ങ് പൊടിച്ച് പാലിൽ കലക്കി പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നിലപ്പനയുടെ കിഴങ്ങ് അരച്ച് എണ്ണ കാച്ചി തലയിൽ തേക്കാറുണ്ട്. അതുപോലെ തന്നെ നിലപ്പനയുടെ ഇല അരച്ച് വേപ്പെണ്ണയിൽ ചേർത്ത് നീരുള്ള ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ നീര് മാറിക്കിട്ടും എന്നും പറയപ്പെടുന്നുണ്ട്. നിലപ്പനയിൽ നിന്നാണ് ചിലയിനം മരുന്നുകളും അരിഷ്ടങ്ങളും ഉണ്ടാക്കുന്നത്. നിലപ്പന എന്ന ചെടി പ്രകൃതിയുടെ അതുല്യമായ ഒരു വരദാനം തന്നെയാണ് നമുക്ക്. ഇനി മഴക്കാലത്ത് നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടുമുറ്റത്തെ മണ്ണിലും ഈ മഞ്ഞ നക്ഷത്രം വിരിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പ്രകൃതിയിലെ ചെറുതായെങ്കിലും മനോഹരമായ രഹസ്യമറിയാൻ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.